ഗൈസ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു കുറച്ച് റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ റൂമുകളല്ല, എൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പോവാണ്. പക്ഷേ ഞാൻ റൂം മാത്രം കാണിക്കില്ല, അങ്ങനെ പറയാൻ വന്നതാണ് കേട്ടോ. അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എൻ്റെ പരിസരങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ പരിസരങ്ങൾ, ഞാനിപ്പോൾ എൻ്റെ സിറ്റൗട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതായത് സിറ്റൗട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കസാലയുണ്ട്, അപ്പോൾ അവിടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ വലിയ ഇഷ്ടത്തുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇവിടെ കുറച്ച് മഴയൊക്കെ പെയ്തിരുന്നു, ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നതാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം, നോക്കാം. ചെറുതായിട്ട് ഇങ്ങനെ പെയ്തായിരുന്നു, പൊടിമഴ, ഇങ്ങനെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വിളിച്ചു വരാം. അപ്പം ഞാൻ എൻ്റെ തിണ്ണ കാണിച്ചു തരാം. ഇതാണ് തിണ്ണ, ഇത് കയറി വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഉണ്ട്, ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. പിന്നെ അവിടെ ഒരു മണിയുണ്ട്, ഇതിൻ്റെ സ്വിച്ച് ഉണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു പണ്ടേക്കൊരു സ്റ്റാറുണ്ട്, ക്രിസ്മസ് ആകുമ്പോൾ അത് ആ സ്റ്റാറിൽ ആ പ്ലഗൊക്കെ കൂട്ടിയിട്ട് സെറ്റാക്കും. പിന്നെ കസാര കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, സോറി ഫോർ ദാറ്റ്. പിന്നെ ഉള്ളിലോട്ട് കയറാം, ഇങ്ങനെ ഇതാണ്. പിന്നെ എൻ്റെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, കുറേ പച്ചപ്പും കൊണ്ടൊക്കെ നിൽക്കുന്ന ലവളൊക്കെയാണ്. ഞാൻ ഇവിടെ നിന്നാണ് സംസാരിച്ചത്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ പറയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിസരങ്ങൾ. പിന്നെ എൻ്റെ വീടിനടുത്തൊരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. ഞങ്ങളിവിടെ ഇരുന്ന് ആ സൈഡിൽ ഇരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കാറുള്ളത്. അവിടെ കുറേ ചെടി, മരം, ഇങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട്. അവൾ അവിടെ ഇരിക്കും, ആ കഥ തുറന്ന് വടക്ക് സൈഡിൽ അവിടെ ഇരിക്കും. ഞാൻ ഇവിടെ ആ കസാരയൊക്കെ എല്ലാം എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം അവൾ എന്നോട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോഴും ഒരു കുഞ്ഞു പൂച്ചയെ കാണിക്കാനൊന്നുമില്ല, അതൊക്കെ പോയി ജൂൺ 22 വരെ. ഞാൻ കുറേ നാളുകൊണ്ട് പറയാമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പറയാനുള്ളൊരവസരം കിട്ടിയത്. അതുമാത്രമല്ല, ഇന്നലെ ഞാനൊരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നു, പാവം പിടിച്ചതാണ്. അപ്പോൾ അതിനെ കൊണ്ടുവന്നു, അതിനൊക്കെ ഇച്ചിരി അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ കരുതി വെച്ചിരുന്നതായിരുന്നു. ബട്ട് എന്ത് ചെയ്യാനാ, അത് വൈകുന്നേരം തന്നെ ഞങ്ങളൊന്ന് ഉറങ്ങാൻ പാലൊക്കെ ചെറുതായിട്ട് സിറഞ്ച് വെച്ചിട്ട് കൊടുത്തു, ഇനി തന്നെ കുടിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതിന് കൊടുത്തു. എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ കൊടുത്തു. പിന്നെ അത് കരയുന്നുണ്ടായിരുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് എല്ലാവരും അമ്മയൊക്കെ കടയിൽ പോയി, മാമൻ ഇവിടെ അടുത്ത് കാവണ്ടോടൊക്കെ പോയി. അപ്പോൾ അവിടെ ചാരുമുള്ള എല്ലാവരും പോയി. അപ്പോൾ അവസാനം ഞാൻ ഈ പടിക്കൂടിയൊക്കെ വന്നിട്ട് കുറച്ചായിട്ട് ശ്വാസമൊന്നും പോകുന്നില്ല, അനങ്ങുന്നില്ല. പിന്നെ എല്ലാവരും വന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ മനസ്സിലായത് ചത്തുപോയതാണ്. അപ്പോൾ എന്നെ കുഴിച്ചിടാൻ പോയാലും ഞാൻ കാണിച്ചു തരാമായിരുന്നു. എനിക്ക് വിഷമം, അതിനെ വളർത്തണം എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇനിയും വരും ഞാൻ അതിനെ വളർത്തും. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അമ്മേ, അപ്പോൾ അപ്പോൾ ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിസരങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കനൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് പോയാൽ നല്ലത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.